2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് വെറും ഒരു ട്രെയിലർ മാത്രമായിരുന്നു. യഥാർത്ഥ നടപടികൾ ഇപ്പോൾ ദില്ലിയിൽ തുടങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച PFIയുടെ ഉന്നത നേതാക്കൾക്കെതിരെ കടുത്ത രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ ദില്ലി കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഇനി ഒരിക്കലും പുറം ലോകം കാണാൻ പോകുന്നില്ല. നിയമത്തിന്റെ പരിധികളിലൂടെ ഇവർ ഊരിപ്പോകുമെന്ന ചിലരുടെ വ്യാമോഹങ്ങൾക്കാണ് കോടതി ഇപ്പോൾ വൻ പ്രഹരം നൽകിയിരിക്കുന്നത്. ദില്ലി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രശാന്ത് ശർമ്മയാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിരോധിക്കപ്പെട്ട PFIയുടെ 25 ഉന്നത നേതാക്കൾക്കും സംഘടനയ്ക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റവും രാജ്യസുരക്ഷാ നിയമമായിട്ടുള്ള UAPAയും ചുമത്താനാണ് നിർദ്ദേശം. അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതിനോടകം അത് നിങ്ങളിൽ പലരും വാർത്തകളിലും മറ്റുമായി അത് കേട്ടിട്ടുണ്ടാവും. 2047 ഇന്ത്യയിലെ സർക്കാരിനെ സായുധ പോരാട്ടത്തിലൂടെ അട്ടിമറിക്കാനും രാജ്യത്ത് ശരീഅത്ത് നിയമപ്രകാരം ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനും ഇവർ ഗൂഢാലോചന നടത്തിയതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടെന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി. പിടിക്കപ്പെട്ട ഓരോ പ്രതിക്കും ഈ ദേശവിരുദ്ധ ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് പിന്നോട്ട് പോയി നോക്കണം. നിരോധനത്തിന് തൊട്ട് മുൻപ്, അതായത് 2022 സെപ്റ്റംബറിലാണ് NIAയും EDയും രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം മിന്നൽ പരിശോധന നടത്തി 300-ലധികം നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. അന്ന് തന്നെ ഇവരുടെയും സംഘടനകളുടെയും മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്ര ഏജൻസികൾ മരവിപ്പിച്ചിരുന്നു. പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ സഹസംഘടനകളായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട്, റഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇസ്ലാം കൗൺസിൽ ഉൾപ്പെടെയുള്ള 8 സംഘടനകളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 5 വർഷത്തേക്ക് നിരോധിച്ചു. പിന്നീട് ഈ നിരോധനം UAPA ട്രിബ്യൂണൽ ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെത് വെറും രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് പറഞ്ഞ് ഇവിടെ പലരും രംഗത്ത് വന്നിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെയും ഇന്റലിജൻസ് ഏജൻസികളുടെയും ആ നടപടി 100% ശരിയായിരുന്നു എന്ന് കോടതി തന്നെ ഇപ്പോൾ അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ കോടതി ഉത്തരവ് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഇത് വെറുമൊരു ക്രിമിനൽ സംഘത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യത്തെയും പരമാധികാരത്തെയും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതിഗുരുതരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ തകർത്തെറിയപ്പെട്ടത്. ഭരണകൂടത്തിനെതിരെ സായുധ കലാപത്തിന് കോപ്പുകൂട്ടിയ ഒരു ശക്തിയോടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പുതിയ ഇന്ത്യ കാണിക്കില്ല. കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും നീതിന്യായ വ്യവസ്ഥയും ഒരേ മനസ്സോടെ രാജ്യസുരക്ഷയ്ക്കായി ഒന്നിച്ചു നിൽക്കുന്ന, ശത്രുക്കൾക്ക് യാതൊരു ദയയും ലഭിക്കാത്ത ഉരുക്കുമുഷ്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ മതമൗലികവാദികളുടെ എല്ലാം ജീവിതം ഇനി ജയിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ അവസാനിക്കും. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ വിജയമാണത്.